ഇതൊരു 13 Pro Max വൈറ്റ് സ്ക്രീൻ കംപ്ലൈൻ്റ് ആയിട്ട് റിപ്പയറിന് വന്നതാണ്. ഓൾറെഡി 13 സീരീസിൻ്റെ വൈറ്റ് സ്ക്രീൻ ആവുന്നതിനെ കുറിച്ചിട്ടും അതിൻ്റെ റിപ്പയറിങ്ങിനെ കുറിച്ചിട്ട് ഓൾറെഡി ഞങ്ങളുടെ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണിത്. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വൈറ്റ് സ്ക്രീന് ഗ്രീൻ സ്ക്രീനായിട്ട് കൊണ്ടുവന്ന് റിപ്പയർ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ, അപ്ഡേറ്റ് ചെയ്യണോ വേണ്ട എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, അപ്ഡേറ്റ് നമുക്കൊരു ആവശ്യമായിട്ട് വരുമ്പോൾ മാത്രം ചെയ്യുക. കാരണം ഏതെങ്കിലും ആപ്ലിക്കേഷൻ അല്ല ബാങ്കിങ് ആപ്ലിക്കേഷനോ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതിനൊക്കെ അപ്ഡേറ്റ് ഉണ്ടെങ്കിലേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിന് അപ്ഡേറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം നമുക്ക് നിൽക്കുകയാണ്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാവൂ. കാരണം നമ്മളായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് അത് ഫെയിലാകാനുള്ള ഒരു റീസൺ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ഒരിക്കൽ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള ഒട്ടുമിക്ക കേസുകളും റിപ്പയർ ചെയ്യാതെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കേസുകളും തന്നെ ഗ്രീൻ സ്ക്രീൻ, വൈറ്റ് സ്ക്രീന്, 13 Proയുടെയും 13 Pro Maxൻ്റെയൊക്കെ നമ്മളിവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ദൂരെ നിന്ന് ഒരാൾ കൊണ്ടുവന്നതാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഏതാണ്ട് 98% ആൾക്കാരും, 99% ആൾക്കാരും ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ആരും നമ്മളോട് കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. 1-2 പേര് ഫ്രീക്വൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും തന്നെ ഇതുവരെ കുഴപ്പമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേക്ക് 30-35,000 രൂപയോളം വിലയുണ്ട്. 30,000 രൂപയ്ക്ക് മേലോട്ടാണ് ഇതിൻ്റെ വില വരുന്നത് ഡിസ്പ്ലേ. അതുകൊണ്ട് ഇത് ഡിസ്പ്ലേ മാറുക എന്ന് പറയുന്ന ഒരു എക്സ്പെൻസീവ് സർവീസാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ കംപ്ലൈൻ്റ് ആയിട്ട് കംപ്ലൈൻ്റ് ആകുന്ന ഫോണുകൾ ഇതിൻ്റെ ടച്ച് വർക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങളിവിടെ പലപ്പോഴും നമ്മൾ ഡിവൈസ് ശരിയായി കഴിയുമ്പോൾ ഇത് ഫോൺ ഡിസേബിൾ ആയി നിൽക്കുകയോ പാസ്വേഡ് ഒരുപാട് പ്രാവശ്യം റോങ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് ഡിസേബിൾ ആയി നിൽക്കുക ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ റീസ്റ്റോർ ചെയ്യേണ്ടി വരും. റീസ്റ്റോർ ചെയ്ത ഡേറ്റ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോൺ ഇതേപോലെ കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ ഇത് നമ്മൾ ആവശ്യമില്ലാതെ സ്ക്രീനിൽ ടച്ച് ചെയ്യരുത്. ഇത് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, ബാറ്ററി തീർന്ന് ഓഫായി പോകുന്നെങ്കിലേ ഉള്ളൂ. കാരണം ഇത് കറക്റ്റായിട്ട് നമുക്കിത് എവിടെ എന്നുള്ളത് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് അനക്കാതെ വെക്കുക. സ്ക്രീനിൽ ഒരു കാരണവശാലും വെറുതെ ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് എൻ്റർ ആയിട്ട് ഫോൺ ഡിസേബിൾ ആവുന്നുണ്ട്. ഡിസേബിൾ ആയി കഴിഞ്ഞാൽ ഡേറ്റ നഷ്ടപ്പെടും. അല്ലാത്തവർക്ക് ആർക്കും തന്നെ ഡേറ്റ നഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുന്നവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത്, നോർമലി ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ മാറ്റി വെച്ചതിന് ശേഷം സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ഓണായി വരുന്ന സമയത്ത് പാസ്വേഡ് അടിച്ച് കയറാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് സ്ക്രീനിൽ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡൻ്റലിയോ അറിഞ്ഞോ അറിയാതെയോ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് എൻ്റർ ആവുകയും ഫോൺ ഡിസേബിൾ ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 1-2 കേസ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫിങ് പോവില്ലയോ എന്ന് ചോദിക്കുന്നവരിൽ നമ്മളിത് പ്രോപ്പറായിട്ട് ഇളക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ പ്രൂഫിങ് ഇതിനകത്ത് ഓൾറെഡി ഒരു അഡ്രസ്സീവ് ഉണ്ട്. ആ അഡ്രസ്സീവ് ഡാമേജ് ആയി കഴിഞ്ഞാൽ പുതിയ അഡ്രസ്സീവ് ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അഡ്രസ്സീവ് ഡാമേജ് ആയില്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള അഡ്രസ്സീവ് തന്നെ, ഒറിജിനൽ അഡ്രസ്സീവ് തന്നെ സെറ്റ് ചെയ്യും. അൺനോൺ പാർട്ട് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാർ. ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ വരത്തില്ല. നമ്മൾ റീവർക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ മാറുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് യാതൊരുവിധ സർവീസ് ഹിസ്റ്ററിയോ നോട്ടിഫിക്കേഷൻസോ ഒന്നും തന്നെ വരത്തില്ല. ഈ ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ അഡ്രസ്സീവ് ഡാമേജ് ആകാത്ത രീതിയിൽ പ്രോപ്പറായിട്ടാണ് ഞങ്ങളിത് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് പൊതുവേ അഡ്രസ്സീവ്, വാട്ടർ പ്രൂഫിങ്ങിൻ്റെ അഡ്രസ്സീവ് മാറ്റേണ്ടതായിട്ട് വരാറില്ല. അപ്പോൾ നമ്മളിവിടെ പ്രോപ്പറായിട്ട് ഇത് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ കമ്പനിയിൽ നിന്ന് ഒട്ടിച്ച് വരുന്ന അഡ്രസ്സീവ് കണ്ടോ, ഒരു ശകലം പോലും ഡാമേജ് ആയിട്ടില്ല. ഇത് ഇളക്കിയ സമയത്ത് ഇതിൻ്റെ സൈഡ് കീറുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ ഇത് ആദ്യം നിന്ന് ഇളകിയിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേയുടെ ഫ്രെയിമിൽ ഇവിടെ എഡ്ജിൽ ഒട്ടിപ്പിടിക്കും. ഇത് ഒരു ശകലം പോലും എങ്ങും ഡാമേജ് ആയിട്ടില്ല. അത് നമ്മളിത് പതുക്കെ ക്ഷമയോടുകൂടി ഇളക്കിയെടുക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ആ ഒരു അഡ്രസ്സീവ്, വാട്ടർ പ്രൂഫിങ്ങിൻ്റെ അഡ്രസ്സീവ് ഡാമേജ് ആവില്ല. ഇനി ഇൻ കേസ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഇതേപോലെ അഡ്രസ്സീവ് ഉണ്ട്, നമുക്കിത് മാറ്റി ഇടാവുന്നതേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഐഫോൺ വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഈ പഴയ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണ്ട് ഇവിടെ ഹോളുണ്ട്. ഈ ഹോളിൽ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ സിം ഡ്രയുടെ ഹോളിൽ കൂടെ ഒക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെയൊക്കെ ഉള്ള സീലുകൾ കാലക്രമേണ ദ്രവിക്കുകയും വെള്ളം കയറാനുള്ള സാധ്യത. അപ്പോൾ ഈ ഫോണും സക്സസ് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ റിപ്പയർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആപ്പിൾ പ്രൊഡക്റ്റിൻ്റെ റിപ്പയറിംഗ് സംബന്ധമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.